എന്താ വെയില്. നമ്മുടെ ഇതിൽ കൂടെ നിറയെ പന്നിയുണ്ട് കേട്ടോ. എത്ര പന്നിയാ വെച്ചിട്ടാ, നമുക്ക് ആളപകടമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഇഷ്ടം പോലെ പന്നികളുണ്ട്. അത് കൂട്ടത്തോടെ ആകുമ്പോഴേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ വന്ന് ദ്രോഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഞങ്ങൾ എന്താ പറയാൻ കാരണം എന്നറിയോ, ഏട്ടന് കൈ ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തേ ഞങ്ങൾ ഇവിടെ അൽഷിഫയിൽ പോയപ്പോൾ ഒരു ഉമ്മാനല്ലേ വീട്ടിൽ കയറിയിട്ട് പന്നി കുത്തിയിട്ട് അത് അതിൻ്റെ കുട്ടികളൊക്കെ പാടെ പോവായിരുന്നു അത്ര. അത് കണ്ടിട്ട് ഓടി കയറിയത് അത്ര. ഓടി വന്നിട്ട് ഒറ്റ കുത്തിയിട്ട് എവിടെയൊക്കെ മുറിയായിക്കണമെന്ന് പറഞ്ഞിട്ടാ നല്ല സീരിയസ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചോരയിൽ കളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കണ്ടിട്ട് പേടിച്ചു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്കില്ലേ കറിയൊന്നും വെച്ചില്ല കേട്ടോ. ഉച്ചയ്ക്ക് കറി വയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനും അനിയനൊക്കെ പുറത്തൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ചോറ് വേണ്ടല്ലോ വിചാരിച്ച് നമ്മൾ പയറുപ്പേരിയും ചോറും വെച്ചില്ലേ? ചോറ് വെച്ചു. പയറുപ്പേരി കൂട്ടിയിട്ട് ഞങ്ങൾ ചോറുണ്ട്, ഞങ്ങൾ കറി വെച്ചില്ല. ആണുങ്ങളില്ല എന്ന് വെച്ചാൽ വീട്ടിൽ ചോറും കൂട്ടാനും വെക്കാൻ ഒരു പതുക്കെ മതിയോ. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും സുകന്യയ്ക്കും അമ്മൂനൊന്നും ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എന്ത് കിട്ടിയാലും എല്ലാം ഇഷ്ടമാണ്. ഇന്നത് ഇഷ്ടമല്ല എന്ന് പറയില്ലേ, നമ്മൾ കടിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കും. അപ്പോൾ ഞങ്ങളത് കൂട്ടി കഴിച്ചേ. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ കരിഞ്ഞു പോകും ഞാൻ. ഇത്ര മതി വിറക്. ബാക്കി ഇനി ഒരു 4-4:30 കഴിയുമ്പോൾ വന്നിട്ട് വെട്ടാം. നമ്മുടെ ഈ ആലുവടുപ്പിലില്ലേ പട്ടത്തണ്ടൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലത്തുള്ള വർഗുകളൊക്കെ പട്ടത്തണ്ടാണോ എന്ന് വെച്ചാൽ അത്രയും നൈസാക്കി കട്ട് ചെയ്തിട്ട് വേണേ വെക്കണമെങ്കിൽ. ഇതാ അവിടെ കണ്ടോ മത്തൻ്റെ വിത്ത് കുച്ചിട്ടിട്ടേ മത്തൻ വിത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ സൈഡിൽ കന്നിമൂല ആ ഭാഗത്താണ്. അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല അല്ലേട്ടാ. മത്തമ്പള്ളിയും കന്നിമൂലയും കൂടി എന്തൊരു പ്രശ്നം. ഇത് കണ്ടോ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊരു ചെറിയ ബോളാണല്ലോ മുട്ടി. ഇതിനെന്താ പറയുക, എന്താ പറയുക എനിക്കറിയില്ല. പല കളറുകളായിട്ട്. അമ്മൂന് സ്റ്റഡി ലീവാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അവൾ പഠിച്ചിരുന്നു. ഞങ്ങളിന്ന് രണ്ടാളും പാടെ കോങ്ങാട് പോകണം വിചാരിച്ച 2 മണിയുടെ ബസ്സിന്. രണ്ടാൾക്കും പറ്റിയില്ല. അപ്പം ഇനി വൈകുന്നേരത്തെ എന്തായാലും അനിയത്തെ കൊണ്ടുപോകണം കേട്ടോ. ഞങ്ങൾ രണ്ടാളെ മാത്രം. ലമ്മു ബാ. എന്താ അമ്മൂനൊരു മടി. കത്തി എടുക്കാൻ മുട്ടി, നുറുക്കി താമുട്ടി. ആ തക്കാളി നുറുക്ക്. ഉള്ളി തക്കാളി ഉണ്ടാക്കുന്നത് എടുക്ക്, കത്തി എടുക്കുന്നത്. അപ്പം ഇന്നാളിവിടെ കുടംപുളി കൊണ്ടുവന്നില്ലേ, അപ്പോൾ കുടംപുളി കൊണ്ടുവന്നപ്പോൾ എനിക്ക് തേങ്ങ അരയ്ക്കാതെ കൂട്ടാൻ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇന്ന് മത്തി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മത്തി നമുക്ക് കുടംപുളി ഇട്ടിട്ട് എന്താ ഇപ്പോൾ ചുമ വരുന്നത്. അത് ഇന്നലെ അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. തണുത്തതല്ലേ കുടിച്ച്. അപ്പം മുതൽ ഭയങ്കര ചുമ വരുന്നേക്കാട്ടിലാണ് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഉള്ളിലിങ്ങനെ പനി വരുന്ന പോലെ ഉണ്ടാവില്ലേ. അത് എന്താ ചിരിക്കണത്. അമ്മൂനൊന്ന് ഷെയ്ക്കൊക്കെ വാങ്ങിക്കൊടുക്കണം പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്ത് വാങ്ങിത്തരാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്കിന്ന് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയറുപ്പേരി ഉണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങ അരയ്ക്കാണ്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ അമ്മൂട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മു അങ്ങനെയൊക്കെ അല്ലേ, അത് നല്ല മൂർച്ചയുള്ള കത്തിയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ എങ്ങനെ പറയുക, ഇറച്ചി എന്ന് പറയുന്ന സാധനമല്ല, ഫുള്ള് എല്ലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇറച്ചി വേണ്ട ഈ കത്തിയും കൂടെ ചെയ്തോന്നാ. ഇത് തീരെ മൂർച്ചല്ല. പിന്നെ അമ്മൂന് കരാട്ടയ്ക്ക് പോകണം പറഞ്ഞില്ലേ. അപ്പോൾ കരാട്ട പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിങ്ങോട് കൊണ്ടുപോയി ചേർത്താൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. സാറിൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അമ്മൂൻ്റെ ഒരു ആഗ്രഹമല്ലേ, സ്കൂൾ കൂട്ടിയിട്ട് കുറച്ച് കരാട്ടയും പഠിച്ചോട്ടെ കമ്പ്യൂട്ടറും പഠിച്ചോട്ടെ. ഒറ്റയ്ക്ക് പോവോ നീ? ഞാൻ വരട്ടേതാ, ഞാൻ വരേ. അവൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ. എന്താ ഒരു ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാട്ടോ അവളെ ഒറ്റയ്ക്ക് വിടാൻ. ഇവളെല്ലാം അച്ചൂരും കിച്ചൂരെയൊക്കെ ഞാൻ ഭയങ്കര വണ്ടിയൊക്കെ വരുമ്പോഴേ ഇവർ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അധികം പുറത്തിറങ്ങാത്ത മക്കളല്ലേ. എനിക്ക് തന്നെ ടൗണിൽ കയറി കഴിഞ്ഞു വെച്ചാലേ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടല്ലെന്ന് പോവാഞ്ഞത്.
ഇന്ന് പോകാൻ എന്താണെന്നറിയോ, ഞാൻ ഏട്ടൻ വന്നിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ വരട്ടെ, ഏട്ടൻ വന്നിട്ട് പൈസ വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്ക് ഏട്ടൻ വന്നത് എപ്പോഴാണെന്നറിയോ, 2:10 കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് കറി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ എന്താ ഗുണം, നമുക്ക് ഇരിക്കും തോറും രുചി കൂടില്ലേ. അപ്പോൾ പിന്നെ കുട്ടികൾ വരുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം. വേഗം അങ്ങോട്ട് പണി കഴിച്ചാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ അമ്മ ഉണ്ടാക്കണ്ട്? പപ്സ് ഉണ്ടാക്കാം നമുക്ക്. ഇഡ്ഡലി ചെമ്പില് ഈ കൂടുവോ? ഉറപ്പല്ലേ? അമ്മ കൂടിട്ടോ. എന്താ വെറൈറ്റി. ഇന്നാണ് ഞാൻ പറഞ്ഞത് കട്ട്ലേറ്റ് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞോ. കട്ട്ലേറ്റ് അടിപൊളിയായിരുന്നു അത്രേ. സുകന്യ പറയുക എന്താ പറഞ്ഞിരുന്നു നന്നായിട്ടുണ്ടെന്ന്. പിന്നെ നാളെ നമ്മുടെ അനിയേട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. പിറന്നാളായിട്ട് എന്താ അനിയേട്ടൻ ഞങ്ങൾക്ക് സമ്മാനമായി തരിക? പിന്നെ ഏട്ടന് നമുക്ക് അച്ഛനല്ലേ വാങ്ങി തന്നില്ല മോ? അമ്മ വാങ്ങി തരാൻ കൊടുക്കണ്ട അച്ഛന്? കണ്ട പറയുന്നത് നിങ്ങളെ കണ്ടാൽ ആരാന്നും തന്താന്ന് പറയുക. എന്താ അനിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നു? അപ്പുറത്തെ സ്ഥലം നീങ്ങിയത് നന്നായി. കൊടംപുളി നാളെ കൊടംപുളി ഇട്ടിട്ടില്ലേ മീൻകറി വറുത്തരച്ച് വെച്ചിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അല്ലമ്മോ? നാളെ വറുത്തരച്ചിട്ട് കുടംപുളി വെച്ചില്ലേ. ഇത് 100 150 100 ഇട്ടാ 200 100 കുടംപുളിയാണേ. മത്തിയും കൊണ്ട് പീര വയ്ക്കുന്നതും എനിക്കിഷ്ടമാണ്. ഈ നുറുക്കത് ഉള്ളി നുറുക്കിക്കോ അമ്മാന്ന്. എന്താണ് അമ്മു പ്ലേറ്റിൽ വെച്ച് കഴിയല്ലേ? ആ നീളത്തിലുള്ള സാധനം അവിടെ അതായിരിക്കുന്നു. അതിൽ വെച്ചരി, പ്ലേറ്റിൽ വെച്ചരിയണ്ട. പ്ലേറ്റും കൂടി ഇനി കേട് വരാണ്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. തായോ അങ്ങോട്ടേ താങ്ങോട്ട് കത്തി വേണം. അപ്പോൾ അതാ ഇഞ്ചി ഒക്കെ അമ്മ നുറുക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ തക്കാളി ഇല്ലേ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിനില്ലേ എന്ത് മറ്റേത് കുപ്പിയല്ലേ? ഞാനില്ലേ 2 ചില്ല് കുപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കടയിൽ നോക്കിയപ്പോൾ നല്ല വില, ഓൺലൈനിൽ നോക്കുമ്പോൾ വില കുറവ് കണ്ടു കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഇനിയിപ്പോൾ മാങ്ങയൊക്കെ വലുതാവുമ്പോഴേക്കും അതിന് 200 കൊടുത്തു. അത് മതി. 1 കിലോൻ്റെ അല്ലേ പറഞ്ഞത്? നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാ നമ്മുടെ ഈ എണ്ണക്കുപ്പിയില്ലേ നമ്മൾ വാങ്ങിയില്ലേ, ഈ എണ്ണക്കുപ്പിക്ക് ഒരു പ്രശ്നം എന്താണ്ടോ, ചോർച്ച വന്നു കേട്ടോ. ഈ സംഭവം കണ്ടോ? അപ്പോൾ മറ്റേക്കിന് മാറ്റണം. എന്താണ്ടോ വേണ്ട. അപ്പോൾ അവിടെ നോട്ടെ. ഇതാണ്ടോ ഇവിടെ വെക്കണോടത്തൊക്കെ അത് ഞാൻ കഴുകിയിട്ട് മാറ്റി വയ്ക്കാം. അത് ചോർച്ച വന്നേ. എന്താ കടുകൊന്ന് അതിന് എൻ്റെ അടുത്ത് ഞാൻ അത് വീഡിയോ ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു പ്രസ് ചെയ്യാതെ കാണുന്ന പോലെ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ അത് ചോർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അത് ചോർച്ച ഉണ്ട്. ഇതാണ്ടോ എണ്ണ പോയിരിക്കണം കണ്ടില്ലേ? ഇത് വെക്കുന്ന സ്റ്റാൻഡിലും എണ്ണ ഇങ്ങനെ പോയിരിക്കണം കേട്ടോ. എനിക്ക് ആദ്യം ആ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ രക്ഷപ്പെട്ട് എന്താണെന്നറിയോ, പ്ലാസ്റ്റിക്കിൻ്റെയും കൂടി കുപ്പി നമ്മൾ വാങ്ങിയിരുന്നല്ലോ. അപ്പോൾ ആ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നമ്മളെന്താണെന്നറിയോ, ഇനി എന്തായാലും ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മഴക്കാലം ആവാറാകുമ്പോഴേക്കും നമുക്ക് വിറക് വാങ്ങാൻ വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങനെ പെറുക്കി കത്തിക്കാലോ വിചാരിച്ചു. പക്ഷേ ഈ അടുപ്പിൽ പറ്റില്ല. അവിടെ ഇനി നമുക്ക് വൈകുന്നേരത്തൊക്കെ ഇനി അവിടെ തന്നെ ചെയ്യേണ്ടി വരും. ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വേണ്ടടി, കറിവേപ്പിലാട്ടോ, പിന്നെ ഇതാ ചെറിയ ഉള്ളി. നമ്മുടെ ഇവിടെ അധികം വെക്കാത്തൊരു കറി കേട്ടോ അത്. എപ്പോഴും നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറികളല്ലേ വെക്കലുള്ളൂ. ഇന്നലെ നമ്മൾ കൂട്ടാൻ്റെ വെച്ചപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു ചേച്ചി അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ എടുക്കുമെന്ന്. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. വെറും കുക്കിങ്. എന്താ വെച്ചാൽ മറ്റേത് വർത്താനം പറയുമ്പോൾ പറഞ്ഞു പോയപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം എന്തായി ചോദിച്ചിരുന്നില്ലേ? ബിസിനസ്സിൻ്റെ കാര്യം അതിൻ്റെ ഒരു 2-3 സംഭവം കൂടി നമുക്ക് കിട്ടാണ്ട് കേട്ടോ, ഓരോ സാധനങ്ങൾ. അപ്പോൾ അതും കൂടി കിട്ടിയിട്ട് തുടങ്ങാൻ കേട്ടോ. അമ്മൂട്ടി ആ ദമ്മി എടുത്തിട്ട് വാ.
ആ കഴുത്ത്. അതിൽ ഞാനൊരു പാലിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒന്ന് എടുത്തിട്ട് പോയോ. അടുപ്പിൻ്റെ ഉള്ളിൽ വീഴും കേട്ടോ. ഇതാണ്ടോ ഈ സംഭവം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിട്ടോ. ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഭംഗിയായി തോന്നില്ലേന്ന് വിചാരിച്ചിട്ട്. കണ്ടോ ഇത് കാണാൻ എങ്ങനെയുണ്ട്, രസമല്ലേ. ഈ ഒരു ലോക്കറ്റ് നോക്കി നോക്കൂ. ഡെയിലി നമ്മുടെ അച്ചുട്ടി അമ്മുട്ടി ഇട്ടിരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയില്ലേ. ഇതിൽ ഫുൾ കല്ലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കൊറിയർ അയക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ അത് മാത്രം ശരിയായിട്ടില്ല കേട്ടോ. അതൊന്ന് ശരിയായിട്ട് നമ്മളത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ നമുക്കത്ര ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. എല്ലാവരും പറഞ്ഞു തുടങ്ങിക്കോ പ്രസി എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം വിചാരിച്ചിട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ ചക്കയൊക്കെയല്ലേ നമ്മുടെ നാടൻ ചക്ക വറുത്തതോ ചക്ക വരട്ടിയതോ അങ്ങനെയൊക്കെ. പക്ഷേ ഒന്നിനും നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ചക്കയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല സമയം വേണ്ടേ. ഒരാളും കൂടി നമ്മളെ സഹായിക്കാനുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും കേട്ടോ. കുറേ ആൾക്കാർക്ക് ചക്ക കിട്ടാത്തല്ലേ. അപ്പോൾ ചക്ക പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ചക്ക വെറുതെ വാട്ടി ഉണക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ നോക്കട്ടെ മനസ്സിൽ എന്തൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒക്കെ എന്താണ് നടക്കുന്നത് പറഞ്ഞു വെച്ചാൽ അത് അപ്പം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും കേട്ടോ. എന്താ നമ്മൾ ഇത് കൊടുക്കാൻ തുടങ്ങുന്ന ദിവസം എന്തായാലും നിങ്ങളോട് പറയും കേട്ടോ. തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് പറയും. കാരണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാമല്ലോ. അതാ ഉള്ളി കണ്ടോ നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ. നമ്മളിതിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മൂട്ടിക്ക് ഇഷ്ടമായിടി മാല? ഇഷ്ടമായോ? പക്ഷെ എൻ്റെ മക്കളൊക്കെ കണ്ടോ അതാ ഇതുപോലെയാണ് കേട്ടോ. അതും വേണ്ടി പറയുക. ഞാനും ഇതേപോലെ തന്നെയായിരുന്നു. അമ്മു അച്ചുവാണ് പറഞ്ഞു വെച്ചാലും അവർക്ക് വളയും മാലയും അങ്ങനെയുള്ളതൊന്നും വേണമെന്നില്ല. അപ്പോൾ ആ ഫംഗ്ഷന് എടുത്ത വളയന്മാർ അവിടെ ഉണ്ടായിരിക്കണോ. ഫംഗ്ഷൻ എടുത്തത് ഇട്ടിട്ടേ ഇല്ല അമ്മു വെറുതെ ഒഴിഞ്ഞ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു. കൈയൊക്കെ ഒഴിഞ്ഞ കൈയായിട്ടാണ് കേട്ടോ അമ്മു നടന്നിരുന്ന്. വാച്ച് ഇടും. അത് ഇപ്പോൾ വാച്ചിനോട് അത്ര താല്പര്യമില്ല. ഇപ്പോൾ വാച്ച് എന്താ ചെയ്യാന്നറിയോ, ബാഗിൽ എടുത്തു വയ്ക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലേ. എന്നിട്ട് സമയം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ബാഗ് തുറന്നിട്ട് കാണിക്കും. അങ്ങനെ അതിനി ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പറയും ഒന്നും വേണ്ട ഈ കുട്ടികൾക്ക് പറയുമ്പോൾ പറയും ഈ ഇപ്പോൾ വിചാരിക്കണ പോലെ ഇല്ല, അവർ കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടേ അപ്പോൾ അവർക്ക് എല്ലാം വേണ്ടി വരും എന്നുള്ളത്. അപ്പം അങ്ങനെ ആയിരിക്കാം. ഇതാ നമ്മുടെ കണ്ടോ ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്കില്ലേ മഞ്ഞപ്പൊടി ഒരു പറ ചോറിനാണ് കേട്ടോ. തിന്നണം നമ്മൾ കുറച്ച് ഒരുപാടില്ല കേട്ടോ. ഒരു സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കും. തക്കാളി ഇല്ലേ അരച്ചതും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. നോക്കുമ്പോൾ ഇവിടുത്തെ കൈലുകളൊന്നും കാണാനില്ല കേട്ടോ. കൈലുകളൊക്കെ താഴെയാണേ. കൈലുകളൊക്കെ നല്ല പോലെ മീൻ കൊണ്ടത് ഞാൻ. കിഷോറേ എന്നാ നിന്റെ സ്കൂള് പൂട്ടുക? നീ എന്തിനാ സ്കൂളിലേക്ക് പോണേ? എന്നിട്ട് നിനക്ക് സ്കൂള് പൂട്ടണ ദിവസം അറിയില്ലേ? അതിൻ്റെ പച്ച ചോയ പോട്ടെ കേട്ടോ. എന്നിട്ട് പച്ച ചോയ പോട്ടെ. എണ്ണ തെളിഞ്ഞ് എന്താ ചായ വെച്ചില്ല? സുകന്യക്ക് ഇന്നലെ ജ്യൂസ് കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് ജ്യൂസ് കുടിച്ചപ്പോൾ പ്രശ്നമായി. തൊണ്ടവേദന തലവേദന കിച്ച് ജീരക സോഡയും ഇന്നലെ അനിയൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്താ കഴിച്ച് ജ്യൂസ്. സുകന്യക്ക് അവളുടെ കുളിയൊക്കെ കഴിഞ്ഞതാടി. പക്ഷെ അവള് അത് എന്താ അവളുടെ മോഡലാണ്. എന്താ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നു കേട്ടോ. എണ്ണ തെളിഞ്ഞു വന്നേ കണ്ടോ. എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നു കേട്ടോ. കണ്ടില്ലേ? ഇനി നമ്മളിതിലേക്ക് കൊടംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
കുറച്ച് ഇത് കൂടി എവിടേക്കാ പൊട്ടിട്ടിരിക്കണവൻ. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ കളറായിട്ടുണ്ടാവും അല്ലേ? ചായ വെച്ചില്ല? ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സുകന്യേ, തോനെ മീനിടണോ കുറച്ച് മീനിടണോ? നമ്മുടെ ഇവിടെ മീൻ കറിയൊക്കെ എന്ത് കറി വെക്കുക വെച്ചാലും കുറച്ച് കറി മതി കേട്ടോ. അതിൻ്റെ കളറൊക്കെ കാണാൻ നോക്കിയൊക്കെ രസമല്ലേ? സുകന്യയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ മീൻ കറി സുകന്യയുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. എപ്പോഴും സുകന്യ അറിയാം, ഏടത്തിയമ്മ തേങ്ങ അരയ്ക്കാതെ വെക്കുക, എടുത്തിയമ്മ തേങ്ങ അരയ്ക്കാതെ വെക്കുക, എടുത്തിയമ്മ എൻ്റെ വീട്ടിൽ തേങ്ങ അരയ്ക്കാതെ വെക്കുക പറയും. അപ്പം ഞാനൊരു പ്രാവശ്യമെങ്കിലും സൂര്യക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ? വേണോ വേണ്ടേ അമ്മു? അമ്മ എന്താ അന്തം വിട്ടിട്ട് പറയുന്നത്? ആ കുറച്ച് നല്ല വെള്ളം കിട്ടണമെങ്കിലേ നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ. ഈ പൈപ്പത്തെ വെള്ളത്തിൽ ജലനിധിയുടെ വെള്ളം കൂടി കയറ്റിയിട്ടുണ്ടേ. അപ്പോൾ അതാ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അമ്മു 4 പാത്രം ഉണ്ട്, വേഗം കഴുകിച്ചാ. കഴിക്കാം. കുറച്ച് നമ്മളൊരു 10 എണ്ണം എടുത്തിട്ട് എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് വറുക്കാൻ എടുത്തിട്ടുണ്ടേ. ബാക്കിയുള്ളത് ഇതാ നമ്മൾ ചാറിലിട്ടു കേട്ടോ. 2 കഷ്ണാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് ഈ കറി ചിലപ്പോൾ നാളേക്ക് ഉണ്ടാവില്ല കേട്ടോ, ഇന്നത്തോടെ തീരുണ്ടാവും. എൻ്റെ മനസ്സ് പറയുന്നു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളെപ്പോഴും വെക്കാത്തല്ലേ, അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അത് പറ്റും. ഇത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വരട്ട് കൊടുക്കട്ടെ. ഇന്ന് കുറച്ച് വലിപ്പമുള്ള അതിന് എപ്പോഴും നമ്മൾ 1 കിലോ മീൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ ആ മീൻ നന്നേ ആവില്ല കേട്ടോ, അത് പൊട്ടി ഇതായിട്ടുണ്ടാവും. ഇന്നത്തെ മീനാണ് പറഞ്ഞു വെച്ചാൽ നോക്ക്, നല്ല മത്തി കണ്ട, നല്ല നല്ല മത്തി കിട്ടിയതാണ്. അപ്പോൾ അനിയേട്ടൻ 1/2 കിലോനെ വാങ്ങിയിട്ട് വന്നുള്ളൂ. ചിലപ്പോൾ ഇതോ ചെറുത് കൊടുത്തിട്ടോ. അപ്പോഴോ വലുതെന്നോ? നല്ല മീനുമാണ് ഇന്നത്തെ മത്തി, നല്ല മത്തിയാണ്. നമ്മുടെ ഇവിടെ ഒരു വണ്ടിക്കാരൻ മീൻ കൊണ്ടുവരും കേട്ടോ. ആ മീൻ നല്ല മീനായിരിക്കും അല്ലേ? ആ സമയത്ത് ചില സമയത്ത് കിട്ടുമ്പോൾ മീനേ നല്ലത് കിട്ടാറില്ല. ഇന്ന് കിട്ടിയത് നല്ല മീനാണ്. അപ്പം ഞാൻ എന്നിട്ട് പറയുന്നത് എന്താ 1/2 കിലോ വാങ്ങി കുറച്ച് കൂടുതൽ വാങ്ങിക്കൂടാതിന്. അങ്ങനെ വരയുമ്പോഴാണ് ഇതിക്കെല്ലാം പിടിക്കുള്ളൂ. മത്തി പിന്നല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണല്ലേ മത്തി, ഏത് വലിയ മീനിനെക്കാട്ടിലും അല്ലേ? പക്ഷേ എന്താ നമ്മുടെ കിച്ചൂന് ഇന്നലെ പനിയായിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടോ. അപ്പോൾ അവനെ കൊണ്ടുപോയപ്പോൾ അവന് ചൂടുള്ള ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു, നാരങ്ങ വെള്ളം, ഇളനീര് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. ഇളനീര് ഇപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ല. കുട്ടി വെള്ളം കുടിക്കില്ലേ, വെള്ളം കൂടി ഭയങ്കര കമ്മി കേട്ടോ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി നമുക്ക് ഈ കയ്യും കൊണ്ട് ഇങ്ങനെ വാരിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ അളവ് അറിയുള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയും പാടെ ഇട്ടേ. കഴിഞ്ഞോ? അമ്മൂൻ്റെ പാത്രം കഴുകലും കഴിഞ്ഞു. ഇനി അതുകൊണ്ട് എന്തായി, പണിയുടെ ഒപ്പം കഴിഞ്ഞില്ല. ഇനി മേമ ചായയും വെക്കും, ചോറ് വെക്കണ്ട കേട്ടോ. ഇനി ഇത് വൈകുന്നേരത്ത് ഇത് വറക്കുക. ഇനി പണിയൊക്കെ ഉണ്ട്, ഉമ്മറങ്കോലായി അടിക്കണം. വിറകുണ്ടാക്കിയത് കുറച്ചല്ലേ വിറകുണ്ടാക്കി വെച്ചുള്ളൂ. വിറകുണ്ടാക്കണം, എന്നാലാണ് രാവിലെ വെക്കുക. വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഈ മഴ നമ്മൾ ഈ മഞ്ഞപ്പൊടിയില്ലേ ഉണക്കി പൊടിപ്പിക്കും കൊണ്ട് നമുക്ക് 1 കിലോ വാങ്ങിയാൽ കുറേ നിൽക്കൂട്ടോ. ഇത് പൊടിപ്പിച്ചാൽ ഇതാ കുരുമുളക് പൊടി താഴത്തെ വീട്ടിലാണ് കേട്ടോ.
ശീലാവുമ്പോൾ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് തിളച്ചോളൂ കേട്ടോ. നമ്മളില്ലേ ഒരു ചെമ്പ് ചുക്കുവെള്ളം വെച്ച് വെച്ചാൽ അവിടെ പണി കഴിയും. ചുക്കുവെള്ളം എന്താ രാവിലേക്ക് ഇപ്പയ്ക്കും ആരവിടെ വേണ്ടോ കണ്ടില്ലേ കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയല്ലേ. കപ്പ ഉണ്ട് കേട്ടോ, നമുക്ക് കുറച്ച് എടുത്തിട്ട് വരാൻ ഞാൻ. അയ്യോ എറിയേ അമ്മേനെ പാപ്പ തരില്ല മിഠായി. അതാ നോക്ക് പുട്ടും പാത്രത്തിൽ എന്താ പറയുക ചുക്കുവെള്ളമാണ് കേട്ടോ. ഇവിടെ ചുക്കുവെള്ളം ആവണല്ലോ. അച്ഛൻ്റെ മൂത്ത മകളെ വിളിച്ചു, ഒന്ന് ഡൈ അടിച്ച് തരുമോടി ചോദിച്ചു. അപ്പം മൂത്ത മകൾ ചെയ്ത് കൊടുത്തു. ഏട്ടൻ വേഗം നരച്ചു കേട്ടോ. ഏട്ടൻ്റെ കൂട്ടുകാരൊന്നും നരച്ചിട്ടില്ല, അപ്പോഴേക്ക് ഏട്ടൻ നരച്ച്. അത് ഏട്ടനാണെങ്കിലോ എപ്പോഴും എന്താ കറുപ്പിക്കൽ ഇഷ്ടമല്ല. എന്താ ഏട്ടൻ എപ്പോഴും കറുപ്പിക്കില്ല. ചിലർ കാണുമ്പോൾ ഒന്നാൾ കണ്ട മുഖമല്ലല്ലോ വിചാരിക്കുന്നുണ്ടാവും. അതാ നമ്മൾ ചായക്ക് ഉണ്ടാക്കിയത് ഏട്ടത് ഞാൻ കാണിച്ചില്ല. വെള്ളതാ എന്താ ചായക്ക് ഉണ്ടാക്കിയത് കാണിച്ചില്ല. നമ്മുടെ കപ്പല്ലേ, കപ്പ നമ്മൾ ഇതാ ഉണക്കമുളകും ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ കടുക് താളിച്ചിട്ട് ഒക്കെ പാടങ്ങനെ ഉപ്പേരിക്ക് കാട്ടില്ല അതുപോലെ വാട്ടി കറുവപ്പിൻ്റെ ഇല ഇട്ടിട്ട് കുത്തി ഉടച്ചതാണ് കേട്ടോ. ഇത് ഇന്ന് രാവിലെ അച്ചു കഴിച്ചിട്ട് പോയി. രാവിലെ ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് കഴിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മീൻകറി കണ്ടേ എങ്ങനെയുണ്ട് കളർ കാണുമ്പോൾ? നന്നായിട്ടുണ്ടോ? നിങ്ങൾ ഇതേപോലെ വെക്കുന്ന ആൾക്കാരാവൂലേ? അപ്പോൾ എടുത്തോ, അവിടെ നീ കുറച്ചേ ഉള്ളൂ കേട്ടോ, അത് ചാച്ചനല്ലേ. അപ്പോൾ മീൻകറി കൂട്ടിയിട്ട് വേണ്ട. നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടിയാണെന്ന് വെച്ചാൽ പൊളിച്ചേനെ. അതാ നമ്മുട്ടി ബാ ബാ അമ്മ കഴിച്ചോക്ക്. നമ്മൾ കപ്പ ഉണ്ടാക്കുന്ന സമയത്തില്ലേ വെറുതെ നമ്മൾ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെ ചെണ്ടക്കോലനായിട്ട് കഴിക്കില്ലേ, അതിനേക്കാട്ടിലും ഇഷ്ടമാണ്. വേർത്തിട്ട് സാരില്ല. അമ്പ് പോവല്ലോ വന്നെ അമ്പ് പോവും. ഇവിടെ വാ നമ്മുടെ പൊന്നിന്ന് എങ്ങോട്ട് ചോന്റെ മൂക്ക്. തരിമൂക്ക് പൊട്ടിയോ? ഇന്ന് തിന്നോ, നാലെണ്ണം തിന്നവാ. എൻ്റെ മൂക്ക് പൊടിച്ചില്ലേ? അല്ലെങ്കിൽ തുമ്പിക്കൈ പോലത്തെ മൂക്ക. കുട്ടി എന്താ എങ്ങനെ പറയാ? ജനഗണമന പാടിക്കൊടുക്കരുത്. ജനഗണമന അത് പാടിക്കൊടുക്കടി. അതില്ലേ ഇന്ന് രാവിലെ എന്താ പൊന്നൂസ് പൂമ്പയ്ക്കുണ്ട് പാട്ട് പാടിക്കുക. പിന്നെ നമ്മൾ തത്തേനെ കിട്ടിയല്ലേ, നമ്മൾ തത്തേനെ കൊടുത്തു കേട്ടോ. പറത്തി വിട്ടു. എന്താ വെച്ചാൽ നമുക്കില്ലേ അതിൻ്റെ 2 കുട്ടികളുള്ളത് കൊണ്ട് നമ്മൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ആ 2 കുട്ടികളും ചത്തുപോയി. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ആ മഹാഭാവം. എനിക്കും ഇഷ്ടമല്ല എന്താ അങ്ങനെ കൂട്ടിലിട്ടിട്ട് അതിതാക്കണേ. നിനക്കും ഇഷ്ടമല്ലല്ലോ. എൻ്റെ പൊന്നൂനെ കൂട്ടിലിട്ട എങ്ങനെ ഉണ്ടാവും? എൻ്റെ പൊന്നൂനെ കൂട്ടിലിട്ട എങ്ങനെ ഉണ്ടാവും? ഓടിച്ചാടി കളിക്കണ്ടേ? ആര് അവനെ കൂട്ടിലിട്ടുണ്ടെങ്കിൽ അവൻ കൂട് തല്ലി പൊളിച്ചിട്ടുണ്ടാവുന്നു. ഈ കുട്ടിയില്ലേ ഇവിടുത്തെ ചവിട്ടി എടുത്തിട്ട് കൊണ്ടേ കളയും എന്നെ പണി. എന്നിട്ട് കറി എങ്ങനെ ഉണ്ട് പറ? ടേസ്റ്റ് ഉണ്ടോ? എടുക്ക് പോന്നാ പൊന്നൂനോ ചൂടില്ല. രാവിലെ വെച്ച കപ്പയ്ക്ക് എന്താണ് ഇപ്പം ചൂടുണ്ടാവുക? ചൂടല്ല, എരിവുണ്ടോ? അല്ലോ ഇല്ല, എരിവ് കമ്മിയാക്കി കേട്ടോ. നിങ്ങൾ കഴിച്ചോട്ടെ കേട്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ചോറിന് ഇതേ ഉള്ളൂ കൂട്ടാൻ. ഇല്ല സോനിയ നേമ വയർ നിറച്ച് കഴിച്ചോട്ടെ. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇനി കുറച്ച് വിറക് പൊറുക്കാൻ റബ്ബർ തൊടിക്കൊന്ന് പോകണം. ഇനി എന്താ വെച്ചാൽ ബാക്കിയുള്ള പണികൾ മിറ്റടിക്കലൊക്കെ പിന്നെ ചെയ്യും. ഇവിടുത്തെ മിറ്റടിക്കൽ ചെയ്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ താങ്ക് യു. ഇത്ര വേണ്ടത് പറഞ്ഞേ. നീ എടുത്തോ.
ഇത് ചായ കമ്മിയാണേ. നിങ്ങളൊക്കെ വയറ് നിറച്ച് ചാടിച്ചോളൂ, ഞാൻ ചൂടത്ത് ചായ വേണ്ട. അപ്പോൾ എന്താ നമ്മൾ വിറകിന് പോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാറ്റ് വീശിയിട്ടുണ്ട്. അത് കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് ചുള്ളൽ കിട്ടിക്കഴിഞ്ഞാൽ വേഗം തീ കത്തിക്കാമല്ലോ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ.